ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളിൽ ചിലരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഗനാഷയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് ക്രീം മെൽട്ടായി പോയി, കേക്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ക്രീം മെൽട്ടായി പോകുന്നു, അതുപോലെ അതിൻ്റെ കറക്റ്റ് റേഷ്യോ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ റിപ്ലൈ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ഐസിങ് ചെയ്ത് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന എഗ്ലെസ് വാനില സ്പോഞ്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്താൽ മതി. മുട്ട ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു കേക്ക് ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അപ്പോൾ ഞാൻ ഇത് 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഐസിങ് മുതൽ ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഇതിന് മുന്നേ തന്നെ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ. അത് കണ്ടിട്ടില്ലാത്തവരും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അതും ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയറിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗനാഷ് കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വെച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും വെക്കേണ്ട. 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലൊന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വലിയ നോസിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുള്ളത് ഈസിയാണ്. പിന്നെ നമ്മൾ ഗനാഷ് ഒഴിക്കുന്ന കേക്കിന് കൂടുതൽ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ട് ഗനാഷ് ഒഴിക്കുന്ന കേക്കിനാണെങ്കിൽ. ഇനി ഈ ഒരു കേക്ക് നന്നായിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഫ്രീസറിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് വെക്കുക, അല്ലെങ്കിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ നന്നായിട്ട് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഗനാഷ് ഒഴിച്ചാൽ മതി. നമ്മളിത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ആ ഒരു ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് ക്രീം മെൽട്ടായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഡൗട്ട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ക്രീം മെൽട്ടായി പോകുന്നവരുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. ക്രീം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയ ശേഷം മാത്രം ഗനാഷ് അതിൻ്റെ മേലെ ഒഴിച്ചാൽ മതി. ഗനാഷൊക്കെ ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അത് മെൽറ്റായി പോവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അതവിടെ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പിലേക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് വന്നിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നല്ല സെറ്റായി, അപ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് തന്നെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതുപോലെ നേരിട്ട് ഡയറക്റ്റായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു തവണ ഉപയോഗിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിനൊക്കെ ഒരു ടേസ്റ്റിനൊക്കെ ചേഞ്ച് വരും. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചാൽ ഒരു കുഴപ്പവും പറ്റില്ല. പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 1-2 മണിക്കൂർ മുന്നേ പുറത്തേക്ക് എടുത്ത് വെക്കണം, എന്നാലേ അത് കറക്റ്റ് റൂം ടെമ്പറേച്ചറിലേക്ക് എത്തുള്ളൂ. എന്നിട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു കപ്പിലേക്ക് എടുക്കുക. എന്നിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളും വേണം കേട്ടോ. ആ ബൗളിലൊട്ടും വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അതിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ കപ്പിലേക്ക് എടുത്തിട്ട് നമ്മൾ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു 100 ഗ്രാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ പകുതിയാണ് ക്രീം എടുക്കേണ്ടത്. അതും ഇങ്ങനെ അളന്നിട്ടെടുത്താൽ മതി. അപ്പോൾ ഒരു 100 ഗ്രാം ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ 50 ഗ്രാം ക്രീം, ആ രീതിയിലാണ് എടുക്കേണ്ടത്. 1:2 എന്ന റേഷ്യോ, അത് ചേഞ്ച് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് കറക്റ്റ് ഗനാഷയുടെ ആ ഒരു അളവ് എന്ന് പറയുന്നത്, 1:2. മനസ്സിലായല്ലോ? 1 കപ്പ് ചോക്ലേറ്റിലേക്ക് അഥവാ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, അത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഗനാഷ് തന്നെ 2-3 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ടൊരു 30 സെക്കൻഡൊക്കെ വെച്ചാൽ അങ്ങനെയും മെൽട്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ ചെയ്യുന്നൊരു മെത്തേഡ്, വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് നമ്മുടെ ഈ ഒരു ബൗൾ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഞാൻ അധികം ഇങ്ങനെ തന്നെയായിട്ട് ഉണ്ടാക്കണം. ഇങ്ങനെ ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും.
പിന്നെ വേറെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രീം ഇതുപോലെ ചൂടാക്കി എടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകുന്നു എന്നൊക്കെ. ക്രീം ആയാലും ഫ്രഷ് ക്രീം ആയാലും നമ്മൾ അതിൻ്റെ അടുത്തുനിന്ന് പോയാൽ അഥവാ ഫ്ലെയിം ഒന്ന് കൂടിപ്പോയാൽ കരിയാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയും ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ക്രീം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അതിലാരൊക്കെ ബെസ്റ്റ് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗനാഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു വയലറ്റ് കളറ് ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ആ കേക്കിൻ്റെ മേലെ സെറ്റായ കേക്കിൻ്റെ മേലെ ഒഴിക്കുന്നതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നല്ല ലൂസ് പോലെ നിങ്ങൾക്ക് തോന്നും. ഒന്ന് തണുക്കുന്ന സമയത്ത് ഇതൊന്ന് ടൈറ്റായിട്ട് വരും. ഇപ്പോൾ ഇത് കുറച്ചൊക്കെ ഒന്ന് നല്ല ചൂടിൽ നിൽക്കുകയല്ലേ, ഒന്ന് അങ്ങോട്ട് തണുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ. എന്നാലോ പറ്റ തിക്കായി പോകും. നല്ല തണുക്കാൻ നിന്നാൽ പറ്റ തിക്കായി പോകും. അപ്പോൾ നമുക്ക് ശരിക്കും എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ചെറിയ ചൂടിൽ ഒഴിക്കുകയും വേണം. അപ്പോൾ കേക്ക് നന്നായിട്ട് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രീം മെൽറ്റായി പോവുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ടൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങ് ആക്കി കൊടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ആയിക്കോളും. പിന്നെ ഗനാഷ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് ക്രീമും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം ആയാലും വിപ്പിംഗ് ക്രീം ആയാലും ഏതായാലും രണ്ടും ഒരേ ക്വാണ്ടിറ്റി തന്നെ എടുത്താൽ മതി. 1:2 എന്ന റേഷ്യോയിൽ ചോക്ലേറ്റ് 1 കപ്പ് ആണെങ്കിൽ 1/2 കപ്പ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം അതെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും സെറ്റാക്കി എടുത്ത് എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഗനാഷ് ഒഴിച്ചിട്ട് വേഗം ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം അതൊന്ന് സെറ്റാവും. അതിനുശേഷം ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഗനാഷ് ഒഴിക്കുന്ന കേക്കിലേക്ക്. അപ്പോൾ എന്നോട് ഇങ്ങനെ കുറച്ച് പേര് ഡൗട്ടൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇതിന് ചുറ്റും ചുമ്മാ ഒരു യെല്ലോ കളറിലുള്ള സ്പ്രിങ്കിൾസ് വരയ്ക്കുന്നത് വലിയൊരു ഭംഗിയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അതിനുശേഷം മേലെ ഇങ്ങനെ ബഫർ ഫ്ലവേഴ്സ് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു 3 ബഫർ എഡിബിളായിട്ടുള്ള ബഫർ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഒരു ഭംഗിക്ക് ഒരു ഫോട്ടോ ലുക്കിന് വേണ്ടി മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്